നമസ്കാരം. ഞാൻ കാവാല ശശികുമാർ. പുതിയ ഒരു അറിയിപ്പുണ്ട് കേട്ടോ. ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. ആരെയാണെന്നോ? BD സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയായി വിശേഷിപ്പിച്ച അധ്യാപകനെ. വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ മന്ത്രി AN ഷംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് സസ്പെൻഷൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണ് സസ്പെൻഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണ വിധേയമായിട്ടാണ് ഡയറക്ടറുടെ നടപടി. ഇന്ന് തന്നെ വേണം ഇത്. കാര്യം ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര പ്രക്ഷോഭം, ക്വിറ്റ് ഇന്ത്യ സമരം, അത് ആരംഭിച്ച ദിവസം കൂടിയാണല്ലോ ഇന്ന്. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം മഹാത്മാഗാന്ധി ആരംഭിച്ചത്. ഓഗസ്റ്റ് 8 കോൺഗ്രസിന്റെ ഔദ്യോഗിക യോഗത്തിൽ പാസാക്കിയ പ്രമേയം, അത് പാസാക്കിയത് പിന്നീട് ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ആ പ്രമേയം അവതരിപ്പിച്ചത്. 84 വർഷം മുമ്പ് നടന്ന കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഭാരത് മാതാ കി ജയ് എന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ അന്ന് ബ്രിട്ടീഷുകാരുടെ പോലീസ് ഓടിച്ചിട്ട് തല്ലുമായിരുന്നു. ത്രിവർണ്ണ പതാക എവിടെയെങ്കിലും ഉയർത്തിയാൽ ആ ഉയർത്തുന്ന ത്രിവർണ്ണ പതാക വാങ്ങി നശിപ്പിക്കുകയും ചെയ്യും. അത് ഉയർത്താൻ ശ്രമിച്ച ആൾക്കാരെ തല്ലുകയും തലതല്ലി പൊട്ടിക്കുകയും ചെയ്യുമായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി എവിടെ കണ്ടാലും ശരി, ബ്രിട്ടീഷ് പോലീസ് അന്ന് ഒന്നുകിൽ തല്ലും അല്ലെങ്കിൽ പിടിച്ച് ജയിലിനകത്താക്കും. അതായിരുന്നു അന്നത്തെ കാലം. ആ കാലം അതൊക്കെ പിടിക്കുന്നു. നമ്മൾ സ്വാതന്ത്ര്യം നേടി, നമ്മൾ റിപ്പബ്ലിക്കായി. 1947 ഓഗസ്റ്റ് 15 അതായത് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങി 5 വർഷവും 6 ദിവസവും തികഞ്ഞപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഭാരതം സ്വതന്ത്രമായി. ആ സ്വാതന്ത്ര്യത്തിന് 6 ദിവസം കൂടി കഴിയുമ്പോൾ, നമ്മൾ ഇന്നു മുതൽ കണക്കാക്കി 6 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 79 വർഷം പൂർത്തിയാവുകയും ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു എന്ന് ഒരു ചോദ്യം ചോദിച്ചതാണ് ഈ അധ്യാപകൻ. കാസർകോട്ടെ കുമ്പള ഉപവിദ്യാഭ്യാസ ജില്ലയിലെ പള്ളത്തടുക്കയിലെ AUPS സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദ് സസ്പെൻഷന് വിധേയനായത്. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ഫ്രീഡം കിസ്, അതിന്റെ ചോദ്യത്തിൽ ആണ് ഈ ഉത്തരം വരുന്ന BD സവർക്കർ എന്ന് ഉത്തരം വരുന്ന ഈ ചോദ്യം ഉണ്ടായത്. LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു ചോദ്യം. സവർക്കർ എന്ന് മുതലാണ് ഇവർക്കൊക്കെ തൊട്ടുകൂടാത്തതായത്? കോൺഗ്രസിനാവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാകട്ടെ, ഇവൻ മുസ്ലിം ലീഗിന് പോലും ആകട്ടെ, എന്താണ് തൊട്ടുകൂടാത്ത ആളായതെന്ന് അറിയാമോ? ആ ചരിത്രം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1970 കോൺഗ്രസ് സർക്കാർ സവർക്കറുടെ 87ാം ജന്മദിനത്തിൽ ഒരു തപാൽ സ്റ്റാമ്പ് ഇറക്കുണ്ടായി. അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, നരേന്ദ്രമോദി അല്ല. 83ാമത്തെ വയസ്സിൽ വിനായക ദാമോദർ സവർക്കർ 1966 അന്തരിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് ഇറക്കി എന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യ സമര സേനാനിയെ എത്രമാത്രം രാജ്യം ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. സ്വാതന്ത്ര്യത്തിനൊക്കെ ലബ്ധിക്കൊക്കെ ശേഷമാണ്, ഭാരത വിഭജനത്തിനും ശേഷമാണ് ഈ സ്റ്റാമ്പ് ഇറക്കിയതെന്നും കൂടി ആലോചിക്കണം. അതായത് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് സ്റ്റാമ്പ് ഇറക്കിയത്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം നോക്കിക്കേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് BD സവർക്കർ ഇത്ര വലിയ എതിർക്കപ്പെടേണ്ടവനായത്? ഇന്നത്തെ സഖാക്കളുടെ മുത്തച്ഛൻ എന്നൊക്കെ വിളിക്കാവുന്ന, കേരളത്തിലെ മുത്തച്ഛൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന EMS സവർക്കറെ പുകഴ്ത്തിയിട്ടുണ്ട്. EM ശങ്കരൻ നമ്പൂരിപ്പാട് എഴുതിയ പുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ സവർക്കറെ വളരെ ബഹുമാനത്തോടുകൂടി എഴുത്തുകാരനായും തീവ്രമായ ദേശഭക്തനായും ഒക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശരിയാണ്, രാഷ്ട്രീയം എതിർപ്പുണ്ടായേക്കാം. രാഷ്ട്രീയ എതിർപ്പുകൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അത് EMS അങ്ങനെ എഴുതുകയും ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക സെക്രട്ടറി ഉണ്ട് MN റോയ്, സവർക്കറുടെ ആരാധകനായിരുന്നു. സവർക്കറെ കാണുവാൻ വേണ്ടി അദ്ദേഹം ചെന്നു. പക്ഷേ ആരോഗ്യനില മോശമായിരുന്നതിനാൽ സവർക്കറെ കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഘട്ടത്തിൽ ചെയർമാനായി ഉണ്ടായിരുന്നു പാർട്ടിക്ക്, ആദ്യഘട്ടത്തിൽ. അന്ന് അതിന്റെ ആദ്യ ചെയർമാനായ MPT ആചാര്യ, അദ്ദേഹം സവർക്കറുടെ ശിഷ്യനായിരുന്നു എന്ന് പറയണം. സവർക്കറുടെ വിപ്ലവ പ്രസ്ഥാനത്തിലായിരുന്നു ആദ്യം ഈ MPT ആചാര്യ ഉണ്ടായിരുന്നത്. ഇതൊക്കെ G അധികാരി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എഴുതിയ നേതാവ്, അദ്ദേഹം ഡോക്യുമെന്റ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. G അധികാരി ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ MPT ആചാര്യ എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട് സവർക്കറെ കുറിച്ച്. സവർക്കർ ഇൻ ലണ്ടൻ, ദ മാൻ ആൻഡ് ഹിസ്റ്റോറിയൻ എന്നാണ് ആ ലേഖനത്തിന് പേര്. വളരെ ദീർഘമായ ലേഖനമാണ്, വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്, വളരെയേറെ ആഘോഷിക്കപ്പെട്ട ഒരു ലേഖനവുമായിരുന്നു അത്. ഇങ്ങനെ EMS ചരിത്രം എഴുത്തുകാരനാണല്ലോ നമ്മുടെ. EMS ചരിത്രം എഴുതിയപ്പോൾ
EMS സവർക്കറെ പ്രശംസിച്ചെഴുതിയിട്ടുണ്ട്. എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന് 1977 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ EMS സവർക്കറെ ബഹുമാന പുരസ്സരമാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ, ഹിസ്റ്റോറിയൻ എന്ന നിലയിൽ കണ്ടിരിക്കുന്നത്. ആ ഹിസ്റ്ററി ഒരുപക്ഷെ പൂർണ്ണമായിരിക്കില്ല, പക്ഷേ അദ്ദേഹം എഴുതിയത് കണ്ടെത്തിയത് ഭാരതീയന്റെ ഹൃദയവികാരമാണ് അദ്ദേഹം അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പോലും EMS പറഞ്ഞിട്ടുണ്ട്. ഹിരൺ മുഖർജി, വീരേന്ദ്രനാഥ് ചതോപാധ്യായ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ഈ സവർക്കറെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ സവർക്കറെ അവർ എതിർക്കുന്നത്? കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അപജയം തന്നെയാണ് കാരണം. അവരുടെ നയപരമായ നിലപാടിന്റെ ഇതിലെല്ലാം വെള്ളം ചേർക്കലാണ്. അതിനെല്ലാം അവർ തള്ളിപ്പറയുകയാണ്. അവരിൽ നിന്നെല്ലാം മാറിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മാറ്റം, എന്തുകൊണ്ടാണ് ഈ നിലപാട് മാറ്റം എന്നുകൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവായിരുന്നല്ലോ മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന സവർക്കറുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല, പ്രവർത്തിച്ചിട്ടുണ്ട്. 1940-കളില് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് സിന്ധിലും ബംഗാളിലും നോർത്ത് ഫ്രണ്ടിയറിലും അവിടെയൊക്കെ ഈ ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ചേർന്ന് ഭരണ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് വിയോജിച്ചത്? അതാണ് നാം തിരിച്ചറിയേണ്ടത്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത്, ഭാരതത്തിന് വിഭജനം ഉണ്ടായ സമയത്ത്, ആ സമയത്താണ് ഇവർ തമ്മിൽ ഇത്രമാത്രം അകന്നുപോയത്. ലീഗും ഹിന്ദു മഹാസഭയും ജിന്നയും സവർക്കറും ഒക്കെ തമ്മിൽ അകന്നു പോയതിന്റെ പ്രധാനപ്പെട്ട കാര്യം അന്നായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? അതായത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു, ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകുവാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നു. ഈ സമയത്താണ് പെട്ടെന്ന് മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് മുസ്ലിം രാജ്യം വേണം, മുസ്ലിം ഇന്ത്യ വേണം എന്നുള്ള തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ നിലപാടെടുക്കുന്നത്. ഹിന്ദുക്കൾ ഹിന്ദു രാജ്യം എടുത്തോട്ടെ, ഞങ്ങൾക്ക് മുസ്ലിം രാജ്യം വേണം എന്ന നിലപാടെടുത്തത്. പക്ഷെ അപ്പോഴും മനസ്സിലാക്കണം, ഒരു കാരണവശാലും ആ സമയത്തും ഹിന്ദു മഹാസഭാ നേതാവായിരുന്ന സവർക്കർ ഹിന്ദു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടില്ല, ഹിന്ദു ഇന്ത്യ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. പാകിസ്ഥാൻ ഉണ്ടായതും പിന്നെ പാകിസ്ഥാൻ വിഭജിച്ചതും ഇപ്പോഴും പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതും ഇപ്പോഴും പാകിസ്ഥാൻ പലവട്ടം യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടതും ഇതെല്ലാം അതിന്റെ തുടർച്ചയായിരുന്നു. ഈ ഇസ്ലാമിക അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ, രാജ്യം എന്നുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതിന്റെ പ്രായോജകനും അതിന്റെ വാദം ഉണ്ടാക്കിയ ആളും ആ ആശയം അവതരിപ്പിച്ച ആളും മുഹമ്മദ് അലി ജിന്നയായിരുന്നു. അപ്പൊ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ഭാരതത്തിൽ ആ ഭാരത സ്വാതന്ത്ര്യ സേനാനികൾക്കെതിരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. വന്ദേമാതരം പാടുവാൻ പാടില്ല, വന്ദേമാതരം മുഴുവൻ പാടണം. അത് വന്ദേമാതരത്തിന്റെ 150-ാം വർഷം പ്രമാണിച്ച് അത് ആഘോഷിക്കുന്നതിന്റെ തീരുമാനപ്രകാരം വന്ദേമാതരം മുഴുവൻ പാടേണ്ടതുണ്ട്. അതിന് ദേശീയ ഗാനത്തിന് കൊടുക്കുന്ന അതേ പദവി കൊടുക്കണം, ആദരം കൊടുക്കണം, ബഹുമാനം കൊടുക്കണം എന്നെല്ലാം തീരുമാനമെടുക്കുകയും അത് പ്രോട്ടോകോളിന്റെ ഭാഗമാക്കുകയും നിയമ നിർമ്മാണം വരെ നടത്തുകയും ചെയ്ത സമയത്ത് അത് ചെയ്യില്ല എന്ന് പറയുന്നത് കേരളമാണ്. നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. പാർലമെന്റ് പാസാക്കിയ നടപടിക്രമങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത്, പിന്തുടരില്ല എന്ന് പറയുന്നത് കേരളമാണ്. ഇത് കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ നിലപാടാണോ എന്നതാണ് ഒരു ചോദ്യം. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നിലപാടാണോ ഉള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഓഗസ്റ്റ് 15 അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഒരു കാലത്ത്. പിന്നീട് അവർ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണല്ലോ പിന്നെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായത്. അവര് ക്വിറ്റ് ഇന്ത്യ സമരത്തെ അവര് വഞ്ചിക്കുകയുണ്ടായി. അതും മറ്റൊരു ചരിത്രം. പിന്നീട് അവരും ആ നിലപാടുകളും മാറ്റുകയുണ്ടായി. പക്ഷെ ഇപ്പോഴത്തെ ഈ നിലപാടുകൾ, ഈ സ്വാതന്ത്ര്യ അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളിൽ, സ്വാതന്ത്ര്യത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് സ്വാതന്ത്ര്യ വാർഷിക ആഘോഷം നമ്മൾ നടത്തുവാൻ പോകുന്നത്. അതിന് ഏതാനും ദിവസം മാത്രം നിൽക്കെ ഈ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ പോലും നമ്മൾ വന്ദേമാതരം പാടില്ല, സ്വാതന്ത്ര്യ സമര സേനാനികൾ ആയിരുന്ന ആൾക്കാരെ അപമാനിക്കുന്നു, അവരെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ച അധ്യാപകരെ പുറത്താക്കുന്നു. ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത് ആരുടെ തീരുമാനമാണ്? കോൺഗ്രസിന്റെ തീരുമാനമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനമാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ രണ്ട് പ്രധാന കക്ഷികളെയും നിയന്ത്രിക്കുന്നത് ഇനി മുസ്ലിം ലീഗാണോ അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്കാണോ എന്നുള്ള ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. ആ വോട്ട് ബാങ്ക് ആണെങ്കിൽ അത് അപകടകരമല്ലേ എന്നൊരു ചോദ്യവും നിലനിൽക്കുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകൻ ഗുരുപ്രസാദ് ആവട്ടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പുതിയ ഇരയാണ് എന്ന് വേണം കാണുവാൻ, മനസ്സിലാക്കുവാൻ. ഇനി മറ്റൊന്നുണ്ട്, ചട്ടവും നിയമവും എല്ലാം അടിസ്ഥാനപ്പെടുത്തി ഇറക്കിയ ഒരു ഉത്തരവ്. അത് ഒരു കൗൺസിലർക്ക് അനുകൂലമായി പോയി. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന, പോലീസ് അറസ്റ്റ് ചെയ്ത് കാപ്പായിൽ പ്രതിയാക്കിയിരിക്കുന്ന ഒരു കൗൺസിലറുടെ അവകാശങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതായി പോയി, അതിന് സഹായകമായി പോയി എന്നുള്ള കാരണം പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പിലെ ഒരു അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമയെ പുറത്താക്കി, സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്തത് ആരുടെ ഉത്തരവ് പ്രകാരമാണെന്നറിയോ? മതമാണ് പ്രശ്നം എന്ന് മന്ത്രിയാകുന്നതിന് മുമ്പ് പ്രസംഗിച്ച മന്ത്രി KM ഷാജിയുടെ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു സസ്പെൻഷൻ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇനിയുമുണ്ട്. ഇപ്പോൾ
വന്ദേമാതരം മുഴുവൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടല്ലോ. വന്ദേമാതരം പാടണം എന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി. ആ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ അദ്ദേഹം ഇറക്കിയ ഉത്തരവ് അത് ആര് പറഞ്ഞിട്ടായാലും കൂടെ ആര് പറയേണ്ട ആവശ്യമില്ല. ചട്ടപ്രകാരം ഈ പാർലമെന്റ് പാസാക്കിയ നിയമമാണെങ്കിൽ അത് പ്രോട്ടോകോൾ പുതുക്കിക്കൊണ്ടുള്ളതാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ വേണ്ടി നടപ്പിലാക്കുവാൻ വേണ്ടി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. അത് സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ആണെങ്കിലും ഭരണപരമായ കാര്യം തീരുമാനിക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് ഓഗസ്റ്റ് 9 മുതൽ 17 വരെ ഇത് നിഷ്ഠയോടുകൂടി പാലിക്കേണ്ടതുണ്ട് എന്നുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിച്ചപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക്, സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത് സംബന്ധിച്ചുള്ള ഉത്തരവ് അയച്ചപ്പോൾ അത് ഇറക്കിയ ചീഫ് സെക്രട്ടറിക്കെതിരെയാണ് ഇപ്പോൾ വിമർശനം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവർ ചീഫ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യുമോ? അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ അവർക്ക് കഴിയുമോ? അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നതാണോ അവരുടെ രീതി? അങ്ങനെ സസ്പെൻഡ് ചെയ്യുമെങ്കിൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗുരുപ്രസാദ് എന്ന് പറയുന്ന അധ്യാപകൻ, സസ്പെൻഡ് ചെയ്യപ്പെട്ട ചിത്ര എന്ന് പറയുന്ന അണ്ടർ സെക്രട്ടറി, സസ്പെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ചീഫ് സെക്രട്ടറി, ഇതൊക്കെ എങ്ങോട്ടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. വന്ദേമാതരത്തിനോടുള്ള വിയോജിപ്പ്, സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള വിയോജിപ്പ്, അതൊക്കെ പിണറായി വിജയൻ സർക്കാരിന്റെ തീരുമാനമല്ല. പ്രതിപക്ഷ നേതാവ് അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നയിക്കുന്ന ഒരു സർക്കാരിന്റെ തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ എന്തിനാണ് പിണറായി വിജയൻ സർക്കാർ പുറത്താക്കിയ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരുന്ന ബി അശോക് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥനെ, എൻ പ്രശാന്ത് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥരെ, അവരുടെ പേരിൽ നിലവിലുള്ള കേസുകൾ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് അവരെ തിരിച്ചെടുത്തത്? അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ സസ്പെൻഡ് ചെയ്താലേ ശരിയാവുള്ളൂ. പണ്ടൊരു ഭിക്ഷക്കാരന് വീട്ടിൽ വന്ന് ചോദിച്ച സമയത്ത് ഭിക്ഷ കൊടുക്കാതെ പോയി, അദ്ദേഹം തിരിച്ചു പോകുന്നു. അപ്പോഴാണ് വീട്ടിലെ കാരണവർ വരുന്നത്. ചോദിച്ചു എവിടെ പോയതാണ്? ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഭിക്ഷയില്ല. തിരിച്ചു വിളിച്ചു. വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് കസേരയിൽ കയറി ഇരുന്നിട്ട് ഈ കാരണവർ പറഞ്ഞു താനെന്താ വന്നത്? ഭിക്ഷയ്ക്ക് വന്നതാണ്. ഇവിടെ ഭിക്ഷയൊന്നുമില്ല, പൊക്കൂ, അത് പറയേണ്ടത് ഞാനാണ് എന്ന് കാരണവർ അധികാരം സ്ഥാപിച്ചതുപോലെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നതിനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണ്. അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയാണ്, ഞാൻ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള തീരുമാനമാണോ വി.ഡി. സതീശൻ എടുക്കുന്ന ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയല്ല, വി.ഡി. സതീശൻ പോലും അറിയാതെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ അത് അതിനേക്കാൾ അപകടകരമാണ്. മുഖ്യമന്ത്രി പോലും അറിയാതെ, സർക്കാർ അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ, സംവിധാനങ്ങൾ അറിയാതെ ഇങ്ങനത്തെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം നാം ഓർക്കണം, നമ്മൾ 79ാമത്തെ സ്വാതന്ത്ര്യ വാർഷികം കഴിഞ്ഞ് 80ാമത്തെ സ്വാതന്ത്ര്യ വാർഷിക ദിന ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഓഗസ്റ്റ് 15 എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏതാനും ദിവസങ്ങളോട് മതി, 5-6 ദിവസം. പ്രക്ഷോഭത്തിന്റെ അവസാന പടിയായിരുന്ന ക്വിറ്റ് ഇന്ത്യ ദിനം, വാർഷിക ദിനം, അത് സമാപിച്ചുകൊണ്ടിരിക്കുന്നു, രാത്രിയാകുന്നു. ഇത് എങ്ങോട്ടേക്കാണ് നാം പോകുന്നതെന്ന് ആലോചിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും കൊള്ളാം, അതല്ല ഇനി മറ്റേതെങ്കിലും പരിഗണനയുടെ അടിസ്ഥാനത്തിലായാലും കൊള്ളാം, എങ്ങോട്ടാണ് നമ്മുടെ പ്രബുദ്ധ കേരളം പോകുന്നത് എന്നുള്ള ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.